നമസ്കാരം. അത്ര നല്ലൊരു ദിവസമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ തലസ്ഥാനത്ത് വെഞ്ഞാറമൂട്ടിൽ 5 പേരെ അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചുറ്റികയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തിയ വാർത്ത മലയാളികൾ അതിഭീകരമായ ഞെട്ടലോടെയാണ് കേട്ടത്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞു വരുന്നതേയുള്ളൂ. കേസിൽ പ്രതിയായ അഫാൻ ചെയ്ത എല്ലാ കൊലപാതകങ്ങളും 5 കൊലപാതകങ്ങളും അതീവ കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. എല്ലാ കൊലപാതകങ്ങളും പ്രൊഫഷണൽ കില്ലറുടെ ലാഘവത്തോടെ അഫാൻ കരുതിക്കുട്ടി ചെയ്തു എന്നാണ് ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന വിവരങ്ങൾ. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നത്. വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നമെന്നാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് അഫാന്റെ ആദ്യ പ്രതികരണം. ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പോലീസിനോട് ആദ്യം പറഞ്ഞ മൊഴിയിലും ഇത് തന്നെയാണുള്ളത്. എന്നാൽ ഒരാളെ കൊലപ്പെടുത്തണമെങ്കിൽ ഒരാളെ കൊല്ലാം. ഇപ്പോൾ അഫാന്റെ ഉമ്മുമ്മയെ മാല ചോദിച്ചപ്പോൾ തന്നില്ല എന്നതിൻ്റെ പേരിൽ ദേഷ്യത്തിന് വേണ്ടി ഒന്ന് അടിച്ചു കൊല്ലാം. പക്ഷേ താൻ വളരെയധികം സ്നേഹിച്ചിരുന്ന പ്രണയിച്ചിരുന്ന സ്വന്തം പെൺസുഹൃത്തിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് തലക്കടിച്ചു കൊലപ്പെടുത്താൻ മാത്രം അഫാനെ എന്താണ് അതിലേക്ക് നയിച്ചത്? അത് കേവലം സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. സ്വന്തം സഹോദരന് പോയി കുഴിമന്തി മേടിച്ചു കൊടുത്തിട്ട് വീട്ടിനകത്ത് വലിച്ചു കയറ്റിയിട്ട് തലക്കടിച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധിയാണോ എന്ന സംശയം പോലീസ് ആദ്യഘട്ടം മുതൽ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ അഫാന്റെ ഈ വാദങ്ങൾ മുഖവിലക്കെടുക്കാത്ത പോലീസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന വാർത്ത അല്ലെങ്കിൽ എന്ന വിവരം മനസ്സിലാവുന്നത്. അഫാന് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിച്ചതായും വിവരമുണ്ട്. അതായത് ജീവിതത്തിലുടനീളം ഇയാൾ വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടിലേക്ക് തിരിച്ചെത്തി. അച്ഛൻ വിദേശത്ത് ഒരു ഫർണിച്ചർ ഷോപ്പ് തുടങ്ങി. പക്ഷെ അത് സാമ്പത്തികമായ വലിയ പരാധീനതകളിലേക്ക് പെട്ടുപോയി. ഈ സമയത്ത് കുടുംബത്തിന് ഉത്തരവാദിത്തം, അച്ഛന് ട്രാവൽ ബാൻ വരുന്നു. ഇത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം തന്നിലേക്ക് വരുന്നു. ലഹരി ഉപയോഗം, മദ്യപാനം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആരോപണങ്ങൾ അഫാനെതിരെ ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പ്രതിയായിട്ടുള്ള അഫാൻ മാതാവ് ഷെമിയുമായും വഴക്കു കൂടാറുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു. MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 6 മണിക്കൂറിനുള്ളിൽ 5 കൊലപാതകങ്ങളാണ് അഫാൻ നടത്തിയത്. എന്നാൽ രാവിലെ ഉമ്മയാണ് ആദ്യം പ്രതി അഫാൻ ആക്രമിച്ചത്. രാവിലെ 10 മണിയോടെയായിരുന്നു ആദ്യ ആക്രമണം. ഈ കൊലപാതക പരമ്പരകളിലെല്ലാം തന്നെ ഒരു പ്രൊഫഷണൽ കില്ലറുടെ രീതി നമുക്ക് കാണാൻ സാധിക്കും. അതിങ്ങനെയാണ്. ആദ്യം രാവിലെ 10 മണിയോടെ ഉമ്മയെ ആക്രമിക്കുന്നു. ഉമ്മയോട് അഫാൻ പണം ആവശ്യപ്പെടുന്നുണ്ട്. പണം നൽകാത്തതിനാൽ ആക്രമിച്ചു. 1:15 മുത്തശ്ശി സൽമാ ബീവിയെ ആക്രമിക്കുന്നു. സ്വർണവുമായി വെഞ്ഞാറമൂട് എത്തിയപ്പോൾ ലത്തീഫ് ഫോണിൽ വിളിക്കുന്നു. ലത്തീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സഹോദരനാണ്. ലത്തീഫ് എല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞതോടെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. വെഞ്ഞാറമൂട് നിന്നാണ് ചുറ്റിക വാങ്ങുന്നു. വൈകിട്ട് 3 മണിയോടെ ബാപ്പയുടെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും ആക്രമിച്ചു. ചുറ്റിക കൊണ്ടായിരുന്നു കൊലപാതകം. 4 മണിയോടെ കാമുകിയെ പെരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി. അവസാനം വീട്ടിൽ വെച്ച് സഹോദരൻ അഫ്സാനെയും കൊന്നു. അനുജൻ പരീക്ഷ കഴിഞ്ഞെത്തി ഉമ്മയെ അന്വേഷിക്കുന്നു. ഈ ഘട്ടത്തിൽ അനുജനെ വീട്ടിനകത്ത് കയറ്റി ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ചുറ്റിക വീട്ടിൽ തന്നെ വെച്ചു. കുളിച്ച് വസ്ത്രം മാറി സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. ഇതാണ് പോലീസ് പറയുന്നത്. ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മരിച്ച 5 പേരുടെയും തലയിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൂർച്ചയേറിയ കത്തിയും വലിയ ചുറ്റികയും കൊണ്ടാണ് പ്രതി കൃത്യങ്ങളെല്ലാം നടത്തിയത്. അതായത് തൻ്റെ മുന്നിലെത്തുന്ന ആളുകൾ രക്ഷപ്പെടരുത് എന്ന് അഫാന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. എല്ലാ കൊലപാതകങ്ങളിലും അഫാൻ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. തൻ്റെ മുന്നിലെത്തുന്ന താൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരരുത് എന്നുള്ളത്. എന്തായാലും ബാപ്പയുടെ സഹോദരൻ ലത്തീഫിനെ അടക്കം അല്ലെങ്കിൽ തൻ്റെ സഹോദരനെ അടക്കം കൊല്ലുമ്പോൾ എല്ലാവരുടെയും തല തകർത്ത് കൊല്ലുക എന്നുള്ള രീതിയാണ് അഫാൻ ഉപയോഗിച്ചിരുന്നതിനു വേണ്ടി വലിയ കത്തിയും ചുറ്റികയും ഒക്കെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. ബാപ്പയുടെ സഹോദരൻ ലത്തീഫിനെ ഈ ലത്തീഫ് ഹാളിലെ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് പോലീസ് കണ്ടെത്തുന്നത്. ലത്തീഫിന്റെ നെറ്റിക്ക് കുറുകെ ആഴത്തിൽ വെട്ടേറ്റ് മുറിവുണ്ട്. ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയും കൊന്നത് തല നോക്കി വെട്ടിയാണ്. പെൺസുഹൃത്തിനെ ചുറ്റികടിച്ചും തലയ്ക്ക് ചുറ്റികടിച്ചും ആഴത്തിൽ വെട്ടിയുമൊക്കെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഫർസാനയുടെ മുഖം വികൃതമായ നിലയിലാണ് ഉണ്ടായിരുന്നത്. ആരെയും തിരിച്ചറിയാൻ പോലും സാധിക്കാതെ ചോര വാർന്ന് തലയോട്ടിക്ക് അതിഭീകരമായ പരിക്കുകളേറ്റ് തല തകർന്നാണ് ഇവരെല്ലാം മരിക്കുന്നത്. നെറ്റിയുടെ ഇരുവശത്തും മധ്യത്തിലും ചുറ്റിക കൊണ്ട് അടിച്ച പാടുണ്ട്. സ്കൂൾ വിട്ടു വന്ന സഹോദരൻ അഫ്സാനെ വെഞ്ഞാറമൂട്ടിലെ കടയിൽ എത്തിച്ച് കുഴിമന്തി വാങ്ങി നൽകുന്നു. തുടർന്ന് വീട്ടിലെത്തിച്ച് ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നു. അച്ഛൻ്റെ ഉമ്മയായ സൽമാ ബീവിയെ കൊന്ന ശേഷം അഫാൻ അവരുടെ സ്വർണ്ണമാലയും മോഷ്ടിക്കുന്നുണ്ട്. ഇക്കാര്യം പോലീസിനോട് അഫാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ലെങ്കിലും സൽമാ ബീവിയുടെ മാല കാണാനില്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമല്ല മറ്റുള്ളവർക്കെതിരെ ഉപയോഗിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട്.
എന്നാലും സൽമാ ബീവിയുടെ ആഭരണം പണയം വെച്ചെന്നും സൂചനയുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് പിന്നീടുള്ളവരെ കൊല്ലാൻ ചുറ്റിക വാങ്ങിയതാണ് സൂചന. ഒരു പക്ഷേ ഈ സൽമാ ബീവിയെ കൊന്ന ഘട്ടത്തിൽ അത് ബുദ്ധിമുട്ടുള്ളൊരു കൊലപാതകമായപ്പോൾ ഇനി കൊല്ലാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ മനസ്സിലേക്ക് ലിസ്റ്റ് വന്നപ്പോൾ, അല്ലെങ്കിൽ തന്നെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ ലിസ്റ്റ് മനസ്സിലേക്ക് വന്ന സമയത്ത് അവരൊന്നും തനിക്ക് നേരെ തിരിയരുത് എന്ന ഒരൊറ്റ ഉദ്ദേശത്തിലാണ് അഫാൻ ഇത്തരത്തിൽ തല തകർത്ത് തന്നെ കൊല്ലാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അഫാന് കുടുംബത്തിന് 75 ലക്ഷത്തിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും അതാണ് കൊലയ്ക്ക് കാരണമെന്നുമാണ് പ്രതി പോലീസിനും മജിസ്ട്രേറ്റിനും മൊഴി നൽകുന്നത്. എന്നാൽ പിതാവ് ഇത് നിഷേധിക്കുന്നുണ്ട്. എനിക്ക് 23 വയസ്സുണ്ട്. ഉപ്പ ഗൾഫിൽ ഫർണിച്ചർ കട നടത്തുകയാണ്. ബിസിനസ്സിനായി വലിയ തുക വായ്പയെടുത്തു. എന്നാൽ ബിസിനസ് പൊളിഞ്ഞതോടെ കടം കയറി നാട്ടിൽ നിന്നും പണം അയച്ചു കൊടുക്കാൻ ഉപ്പ ആവശ്യപ്പെടുന്നു. ഉപ്പയുടെ സഹോദരൻ അതിന് പണം നൽകുന്നില്ല. ഉമ്മുമ്മയുടെ പക്കൽ ധാരാളം സ്വർണ്ണാഭരണം ഉണ്ടെങ്കിലും അവരും നൽകുന്നില്ല. അതിനാൽ എല്ലാവരെയും തീർത്ത് കളയാൻ തീരുമാനിച്ചു. ഇതാണ് പ്രതി പോലീസിനോട് നൽകിയ പ്രാഥമിക മൊഴി. കൊല്ലപ്പെട്ട ഫർസാനയ്ക്ക് അഫാനുമായുള്ള ബന്ധം വീട്ടുകാർക്ക് അറിയാമായിരുന്നു. ഇവർക്കൊന്നും തന്നെ എതിർപ്പും ഉണ്ടായിരുന്നില്ല. വിവാഹത്തിന് വീട്ടുകാർ പൂർണ്ണമായി സമ്മതിച്ചിരുന്നു എന്ന വാർത്തകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇവർക്ക് രാത്രികാലങ്ങളിൽ പുറത്തു പോകുന്ന പതിവുണ്ട്. അതായത് അഫാൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി വരികയും അവർ പുറത്ത് കറങ്ങാൻ പോവുകയും ചെയ്യുന്നുണ്ട്. അഫാനുമായുള്ള ബന്ധം പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. എന്തായാലും ഫർസാനയും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വിശ്വാസത്തിന്റെ പേരിൽ തന്റെ വിവാഹം കഴിക്കാമെന്ന വാക്ക് കൊടുത്തിരുന്ന ആളുടെ കൂടെ ഫർസാന ഇറങ്ങിപ്പോകുന്നു. അതേസമയം അഫാൻ ആ വിശ്വാസം തകർത്തുകൊണ്ട് ആ കുട്ടിയെയും കൊന്നു കളയുകയാണ്. പ്രണയബന്ധം ഫർസാന വീട്ടിൽ പറഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ അത് പറഞ്ഞിരുന്നു എന്നാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും വൈകിട്ട് 3:30 ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞാണ് ഫർസാന അഫാനൊപ്പം ബൈക്കിൽ പോയത്. എന്തായാലും പെൺസുഹൃത്തായ ഫർസാനയുടെ കയ്യിൽ നിന്നും അഫാൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നതായും സൂചനയുണ്ട്. അതായത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അഫാൻ എന്ന് പറയുന്ന ആളൊരു ക്രിമിനലാണ്. ഇയാൾക്ക് മുൻപും സാമ്പത്തികമായ ഇടപാടുകൾ ധാരാളമുണ്ട്. അഫാനായും ധാരാളം കടമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മദ്യപാനിയായിരുന്നു. ഏറ്റവും ഒടുക്കം പോലീസിന്റെ നിഗമനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ വരേണ്ടതുണ്ട്. എന്തായാലും എല്ലാവരുടെയും തല തകർത്ത് അവരെ ഇനി ജീവിതത്തിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും അവർ വരരുത് എന്നുറപ്പിച്ചുകൊണ്ട് കൊന്ന ആളുകളുടെ എല്ലാം വീടുകൾ, മുറികൾ പൂട്ടിയിട്ടതിന് ശേഷമാണ് ഇയാൾ മാറിയിട്ടുള്ളത്. എന്തായാലും ഒരു 1.5 കിലോമീറ്ററൊക്കെ വേണം അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ. അത്രയും സമയത്ത് പോലും ഇത് ആരും അറിഞ്ഞിരുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന ഞെട്ടലിലാണ് എല്ലാവരും. എന്തായാലും അഫാനിന്റെ മോഡസ് ഓപ്പറാണ്ടി അത് ഒരു സൈക്കോ കില്ലറിൻ്റെതാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.